അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 61 സങ്കീർത്തനം 2 വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ദാവീദ് അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമ്പോൾ പാടിയതാകാം ഈ സങ്കീർത്തനം എന്നൊരു അഭിപ്രായമുണ്ട്. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തു തന്നെയായാലും യഥാസ്ഥാനപ്പെടുക എന്നൊരു ഉദ്ദേശം ദാവീദിനുണ്ട് എന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടിയുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ദാവീദ് ഇപ്പോൾ ഭൂമിയുടെ അറ്റത്തു നിന്നാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇതുപോലെ തന്നെ 130 സങ്കീർത്തനം 1 വാക്യത്തിൽ ഒരു നിലവിളി ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു എന്നാണ് ഭക്തൻ പറയുന്നത്. 61 സങ്കീർത്തനം 2 വാക്യവും 130 സങ്കീർത്തനം 1 വാക്യവും ഒരു കാര്യത്തിൽ സാമ്യമുണ്ട്. ഭൂമിയുടെ അറ്റത്തു നിന്നും ആഴത്തിൽ നിന്നുമാണ് ഭക്തൻ്റെ പ്രാർത്ഥന. ദൈവവുമായുള്ള അകലം വർദ്ധിക്കുന്നതും ക്രമേണ ദൈവവുമായുള്ള ബന്ധം വിട്ടുപോകുന്നതും പാപം മൂലമാണ് എന്ന് യെശയ്യാ പ്രവചനം 59 അധ്യായം 2 വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. പാപം മൂലം ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം നമുക്ക് നഷ്ടമായാൽ നമ്മുടെ ഹൃദയത്തിൽ സാത്താൻ പ്രവേശിക്കുകയും സമാധാനം നമ്മിൽ നിന്നും സാത്താൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവിക സമാധാനം അല്പം പോലും സാത്താനിലില്ല എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവുമായുള്ള സ്നേഹബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുവാൻ സാത്താൻ നിരന്തരം ശ്രമിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും അകറ്റിയാൽ മാത്രമേ സാത്താന് നമ്മെ ലഭ്യമാവുകയുള്ളൂ. നമ്മെ ഒരു പാളയമായി താമസ സ്ഥലമാക്കി ഉപയോഗിക്കുവാൻ ക്രിസ്തു നമ്മിൽ ഇല്ല എങ്കിൽ സാത്താന് സാധിക്കുന്നു. സാത്താനും അവൻ്റെ ദൂതന്മാർക്കും അഥവാ ഭൂതങ്ങൾക്കും ശരീരമില്ലാത്തതിനാൽ ഭൂമിയിൽ അവർക്ക് പ്രവർത്തിക്കുവാൻ ഒരു ശരീരം തേടി നടക്കുകയാണവർ എന്ന് മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്നത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായം 43 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. നീരില്ലാത്ത സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവസാന്നിധ്യം അഥവാ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഹൃദയം എന്നും തണുപ്പ് എന്നതിന് ഡ്വെല്ലിംഗ് പ്ലേസ് അഥവാ താമസ സ്ഥലം എന്നുമാണ് അർത്ഥം. പാപമില്ലാത്ത അകൃത്യമില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമകളെ അന്വേഷിച്ചുകൊണ്ട് ദൈവാത്മാവ് ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ദൈവാത്മാവില്ലാത്ത അകൃത്യം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഹൃദയത്തെ അശുദ്ധമാക്കിയിരിക്കുന്ന ഹൃദയത്തിനുടമകളെ അന്വേഷിച്ചുകൊണ്ട് അശുദ്ധാത്മാക്കൾ ചുറ്റി സഞ്ചരിക്കുന്നു. നമ്മിൽ അശുദ്ധിയുണ്ടെങ്കിൽ ദുരാത്മാവ് നമ്മിൽ കയറി വസിക്കുക തന്നെ ചെയ്യും. ദിവസങ്ങളോളം ആൾപ്പാർപ്പില്ലാത്ത വീടുകളിൽ സാമൂഹ്യ വിരുദ്ധർ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഹൃദയത്തിൽ ദുരാത്മാവ് വന്ന് താമസിക്കുകയും ആ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. അശുദ്ധാത്മാക്കൾക്ക് അനായാസം അതിന് സാധിക്കുകയില്ല. പാപത്തെക്കുറിച്ച് ബോധം വരികയും ദാവീദിനെ പോലെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ കയറി താമസിക്കുവാൻ ദുരാത്മാക്കളെ ദൈവാത്മാവ് അനുവദിക്കുകയില്ല. പാപം ചെയ്യുന്ന വ്യക്തിയിൽ ദൈവാത്മാവ് ദുഃഖിക്കുമ്പോൾ താങ്ങുവാൻ കഴിയാത്ത ഹൃദയവേദനയായിരിക്കും ഒരു ദൈവ പൈതലിന് ഉണ്ടായിരിക്കുക. ആ സമയം തന്നെ ഒരു ദൈവകുഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുന്നത്, കർത്താവെ, ആഴത്തിൽ നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു എന്നാണ് പ്രാർത്ഥിക്കുക. അഥവാ 61 സങ്കീർത്തനം 2 വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എന്നാണ് ദൈവകുഞ്ഞ് പ്രാർത്ഥിക്കുക. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും അകപ്പെടുമ്പോൾ രക്ഷയ്ക്കായി നിലവിളിക്കാമെങ്കിൽ കരുണയോടെ ഓടി വന്ന് സഹായിക്കുന്നവനാണ് യഹോവയായ കർത്താവ് എന്ന് ദാവീദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷീണിച്ച ഹൃദയത്തോടെ ദൈവത്തോട് താൻ അപേക്ഷിക്കുകയാണ്. തൻ്റെ പ്രതിസന്ധിയിൽ നിന്നും
രക്ഷ നേടുവാനും ആത്മാവിൻ്റെ ക്ഷീണം മാറ്റുവാനും ദൈവത്തോട് തന്നെ താൻ പ്രാർത്ഥിക്കുകയാണ്. അതെ, നമ്മുടെ ക്ഷീണാവസ്ഥയിൽ സമാധാനം നഷ്ടപ്പെടുന്ന വേളകളിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരപ്പെട്ട് ഹൃദയം ക്ഷീണിക്കുമ്പോൾ കർത്താവ് ഈ പ്രതിസന്ധിയിൽ നിന്നും ക്ഷീണിച്ച അവസ്ഥയിൽ നിന്നും സമാധാനത്തിൻ്റെയും ദൈവിക സന്തോഷത്തിൻ്റെയും ഉറവിടമായ അത്യുന്നത പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ എന്ന് ജീവൻ്റെ ഉറവയായ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. അവൻ നമ്മെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ദൈവിക സന്തോഷത്താൽ നമ്മെ ആനന്ദിപ്പിക്കുകയും ചെയ്യും. ദൈവസാന്നിധ്യം നമ്മിൽ വരുമ്പോൾ ഹൃദയസമാധാനവും സഹജീവികളോട് അനുകമ്പയും നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നു. എന്നാൽ ദുരാത്മാവ് നമ്മിൽ പ്രവേശിക്കുമ്പോൾ പ്രതികാര ചിന്തയും സഹജീവികളോട് വെറുപ്പുമായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിറയുക. തമ്മിൽ സ്നേഹിക്കണമെന്നും സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുതെന്നുമാണ് ദൈവാത്മാവ് നമ്മോട് കൽപ്പിക്കുന്നതെന്ന് നാം എപ്പോഴും ഓർക്കണം. ദൈവാത്മാവിൻ്റെ സ്വഭാവത്തിന് നേർ വിപരീത സ്വഭാവമാണ് ദുരാത്മാവിൻ്റേത്. പിണക്കം, ഭിന്നത, ക്രോധം, വൈരാഗ്യം, അസൂയ, പ്രതികാര ചിന്ത എന്നീ ഉൽപ്പന്നങ്ങൾ സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. ഇതെല്ലാമാണ് സാത്താൻ്റെ നേച്ചർ. എന്നാൽ സമാധാനത്തോടെ നാം ജീവിക്കുന്നത് കാണുവാനാണ് സ്നേഹവാനായ നമ്മുടെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണർ ആകുവിനെന്ന് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യത്തിലും, കരുണ കാണിക്കാത്തവർക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നുവെന്ന് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പാപത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അത് സാധ്യമല്ലാത്തതിനാലാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നമ്മുടെ പാപവും അതിൻ ഫലമായുണ്ടായ ശാപവും തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് സ്വയം പാപിയും ശാപഗ്രസ്തനുമായി തീർന്ന് കാൽവരി ക്രൂശിൽ മഹാപാപ പരിഹാര യാഗവുമായി തകർക്കപ്പെട്ടത്. നാം യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗമരണത്തിൽ വിശ്വസിക്കുകയും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട യാഗമായി തീർന്നത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് അംഗീകരിക്കുകയും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്താൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു ദുരാത്മാവിനും വസിക്കുവാൻ കഴിയുകയില്ല. കാരണം ഇനി പാപം ചെയ്യാതെ ജീവിക്കാമെന്ന് യേശുവിന് വാക്ക് കൊടുക്കുന്ന വ്യക്തിയുടെ സകല പാപവും പോക്കി ആ വ്യക്തിയെ യേശു ശുദ്ധീകരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് ശക്തിയുണ്ട്. അപ്രകാരം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്ന വ്യക്തികൾക്ക് ഉള്ള പ്രതിഫലം സമാധാനത്തോടെ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും മരണശേഷം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും ദൈവത്തിൻ്റെ പുത്രത്വം കരസ്ഥമാക്കുവാനും കഴിയും എന്നതാണ്. നാം ചെയ്യേണ്ടത് നാം ഒരു പാപിയാണെന്ന് അംഗീകരിക്കുക എന്നത് മാത്രമാണ്. നാം പാപം ചെയ്തിട്ടില്ലെന്ന് ദൈവത്തോട് വാദിച്ചാൽ നാം യേശുവിനെ അസത്യവാദിയാക്കുന്നുവെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കാരണം ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ഭൂമിയിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെയെന്ന് 1 തിമോഥെയോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിലും, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ നാം അംഗീകരിക്കാതെ യേശുവിനെ അസത്യവാദിയാക്കിയാൽ നമ്മുടെ ഹൃദയം കഠിനമാവുകയും യേശു തരുന്ന ശാശ്വത സമാധാനത്തിൽ നിന്നും നിർഭയവാസത്തിൽ നിന്നും നിത്യജീവനിൽ നിന്നും നാം അന്യപ്പെട്ടു പോവുകയും സാത്താൻ്റെ കരാളഹസ്തത്തിൽ നാം അകപ്പെട്ടു പോവുകയും ഒടുക്കം ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലേക്ക് നാം എറിയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നാം നമ്മുടെ ലംഘനങ്ങളെ മറയ്ക്കാതെ യേശുവിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നദി പോലെ സമാധാനവും ദൈവിക സന്തോഷവും തരികയും നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതിന് യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അവൻ മാത്രമാണ് പാപമില്ലാത്ത ദൈവകുഞ്ഞാട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള രാജാതി രാജാവും കർത്താവുമാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്രകാരം അധികാരമുള്ളവനാണ് നമ്മോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന്. തന്നെയുമല്ല, അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നല്ല ഉപദേശം തന്നിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊള്ളുവിൻ.
എത്രമാത്രം പ്രതിസന്ധി നമുക്കുണ്ടെങ്കിലും നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ചവന് നമ്മുടെ ഹൃദയത്തിൻ്റെ ക്ഷീണം മാറ്റുവാനും ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുവാനുമുള്ള അധികാരവും കഴിവും ഉണ്ടെന്ന് നാം എപ്പോഴും ഓർക്കണം. അപ്പോൾ തന്നെ നാം പാപം ചെയ്ത് സാത്താൻ്റെ മകൻ ആകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ജീവിക്കണം. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു എന്ന് 1 യോഹന്നാൻ 3-ാം ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ പാപത്തിൽ നമ്മെ വീഴ്ത്തുവാൻ നാം അനുസരിക്കുന്ന ദൈവവചനം നമ്മെ സമ്മതിക്കുകയില്ല. ദൈവവചനം അനുസരിക്കുക വഴി നാം നമ്മുടെ ആത്മീയ ഗ്രഹം പാറമേലാണ് പണിതിരിക്കുന്നത് എന്നതിനാൽ കഷ്ടതയുടെ ഏത് കൊടുങ്കാറ്റും അതിജീവിക്കുവാൻ നാം പ്രാപ്തരായിത്തീരും. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കുന്ന വ്യക്തികളുടെ ആത്മീയ ഗ്രഹം മണലിന്മേലാണ് പണിതിരിക്കുന്നത്. ഒരു ചെറിയ പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോഴേക്കും ആ വ്യക്തി തകർന്ന് തരിപ്പണമായി തീരുന്നു. ആകയാൽ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ നാം ആകേണ്ടതിന് മത്തായി എഴുതിയ സുവിശേഷം 7-ാം-അധ്യായം 24 മുതൽ ഉള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പാപത്തിൽ വീട് നശിച്ചു പോകാതിരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാത്തവരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.